അംഗീകരിക്കപ്പെട്ടിരുന്നില്ല എന്നുള്ളത് അതുകൊണ്ട് തന്നെയാണ് കണ്ണൂരുകാരനായിരുന്നത് കൊണ്ട് തന്നെ ഇവിടെയുള്ള എട്ട് വീട്ടിൽ പിള്ളമാർ രണ്ട് കാരണങ്ങളുണ്ട്. അതിൽ ഈ പറഞ്ഞത് പൂർണ്ണമായിട്ട് ശരിയാണ്. പിന്നെ പറയാത്തൊരു കാര്യമുണ്ട്, ഈ പിള്ളമാർക്ക് എപ്പോഴും ദുർബലനായ രാജാവിനെയാണ് ഇഷ്ടം. എന്നാൽ ഇവിടെ വാസ്തവത്തിൽ ഈ ജനാധിപത്യത്തിൻ്റെ ഒരു ക്രൂഡ് ഫോം ഉണ്ടായിരുന്നു, ഇന്ത്യയിലുണ്ടായിരുന്നു. നമുക്ക് അറിഞ്ഞുകൂടാത്ത ഒരു കാര്യം ഞാൻ ഓർമ്മിപ്പിക്കാം. നമ്മുടെ സാക്ഷാൽ ബുദ്ധനില്ലേ, ബുദ്ധൻ്റെ അച്ഛനില്ലേ, ബുദ്ധൻ്റെ അച്ഛൻ ഡെമോക്രാറ്റിക്കലി എലക്റ്റഡ് കിങ് ആണ്, അല്ലാണ്ട് പാരമ്പര്യമായിട്ട് രാജാവായതല്ല. പല ബുദ്ധൻ്റെ ചരിത്രങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റാത്തൊരു കാര്യം, ബുദ്ധൻ രാജാവാകണമെന്നില്ല. ബുദ്ധൻ തിരഞ്ഞെടുക്കപ്പെട്ടാൽ മാത്രമേ ബുദ്ധൻ രാജാവാവുകയുള്ളൂ. അല്ലാതെ ഈ പറയുന്നത് പോലെ ബുദ്ധൻ സന്യാസം സ്വീകരിച്ചില്ലെങ്കിൽ അല്ലെങ്കിൽ അസറ്റിക്കായിട്ട് പോയില്ലായിരുന്നുവെങ്കിൽ രാജാവായി കൊള്ളണമെന്ന് ഒരു നിയമവുമില്ല. അപ്പോൾ അങ്ങനെ ഒരു വികേന്ദ്രീകൃത ഭരണം ഉണ്ടായിരുന്നു, ഡീസെൻട്രലൈസ്ഡ്. അതായത് നാടുകൾ തോറും ചെറിയ ചെറിയ നാടുകൾ, ആ നാടുകളിൽ തന്നെ കരകൾ, ആ കരകളിലെ കരപ്രമാണിമാർ. ഇന്ന് പഞ്ചായത്ത് എന്ന് പറയുന്നതിന് പകരമായിട്ട് 4 പേര് അല്ലെങ്കിൽ 5 പേര്, ഈ 5 പേര് ചേർന്നിട്ട് തീരുമാനിക്കുകയാണ് ചെയ്യുന്നത്. അവരാണ് വേണ്ടത്, അവരാണ് തീരുമാനിക്കുന്നത് ആരായിരിക്കണം രാജാവെന്ന്. ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു രാജാവിന് ശാരീരികമായ വൈകല്യമുണ്ട്, അയാൾ രാജാവാക്കുകയില്ല. നെടുമങ്ങാട്ട് ഒരു രാജാവ് ഉണ്ടായിരുന്നു, ചിത്തിര തിരുനാൾ എന്നാണ് അദ്ദേഹത്തിൻ്റെയും പേര്, മാർത്താണ്ഡവർമ്മ എന്നാണ് പേര്. നമ്മളാരും കേട്ടിട്ടില്ല. ഈ ചിത്തിര തിരുനാൾ മാർത്താണ്ഡവർമ്മയ്ക്ക് ലൂക്കോഡെർമ ഉണ്ടായിരുന്നു, വെള്ളപ്പാണ്ട്. അപ്പോൾ അദ്ദേഹത്തെ രാജാവാക്കണോ വേണ്ടയോ എന്ന് ഈ കരപ്രമാണിമാർ ആലോചിക്കുകയാണ്. വാസ്തവത്തിൽ അദ്ദേഹം വെള്ളാരപ്പള്ളി എന്ന് പറയുന്ന കോവിലകത്ത് നിന്ന് വന്ന, ഈ കൊച്ചിയിലെ വെള്ളാരപ്പള്ളി കോവിലകത്ത് നിന്ന് വന്നയാളാണ്. വന്നയാളിനെ അവിടുന്ന് പ്രലോഭിപ്പിച്ച് കൊണ്ടുവന്നു. നെടുമങ്ങാട്ട് വന്നതിന് ശേഷമാണ് ഈ ലൂക്കോഡെർമ വരുന്നത്. നേരത്തെ ലൂക്കോഡെർമ ഇല്ല, വെള്ളപ്പാണ്ടെന്നാണ് രേഖയിൽ പറഞ്ഞിരിക്കുന്നത്. ഈ വെള്ളപ്പാണ്ട് വന്നയാളിനെ പാവത്തിനെ പിടിച്ച് രാജാവാക്കണം, ഇനി നിങ്ങൾ ആവണ്ടെന്ന് പറയുക. അയാൾ ആകപ്പാട് സങ്കടത്തിലായി. അയാൾ തിരിച്ച് വെള്ളാരപ്പള്ളി പോയാൽ അയാളെ ആരും പകവയ്ക്കുകയില്ല. അപ്പോൾ അയാൾ എന്ത് ചെയ്തു, അയാൾ അവരോട് അപേക്ഷിക്കുകയാണ് എന്നെ പറഞ്ഞു വിടരുതെന്ന്. അപ്പോൾ രാജാവിൻ്റെ ഒരു സ്ഥിതി ആലോചിച്ച് നോക്കൂ. എന്ത് സംഭവിച്ചു അയാൾക്ക്? പിന്നെ അയാളെ പിടിച്ച് മാർത്താണ്ഡവർമ്മ അയാളെയാണോ അയാളുടെ പിൻഗാമിയാണോ എന്ന് എനിക്ക് വ്യക്തമായിട്ട് അറിയില്ല. 1734 കൂടി അയാൾ തടവുകാരനായിട്ട് പത്മനാഭപുരത്ത് ജയിലിൽ കിടന്ന് മരിച്ചു. അത് നെടുമങ്ങാട് പിടിച്ചെടുത്തു. അതിന് ഈ പറഞ്ഞ വാസുദേവ പൊതുവാളിനോട് പറഞ്ഞു, ഈ